ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ INC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQ ആണ്. SSCയിലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിഡ് ജോർജ് യോളെ ബിക്കം പ്രസിഡന്റ് ഇൻ 1888? SSC CGL 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് പ്രത്യേകതയുണ്ട്. ജോർജ് യോളെ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്ന ഫോറിനറിനെയാണ് ജോർജ് യോളെ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അലഹബാദ് സെക്ഷനിലായിരുന്നു ഈ പറയുന്ന ജോർജ് യോളെ പ്രിസൈഡ് ചെയ്തത്. അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം 1889 വില്യം വാട്ടർബേൺ ബോംബെ സെഷനിലെ രണ്ടാമത്തെ ഇംഗ്ലീഷുകാരനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC? SSC MTS 2023 ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഓഫ് INC 1917 ആനി ബെസന്റ്, കൊൽക്കത്ത സെക്ഷൻ ആയിരുന്നു. ആനി ബെസന്റ് ആണ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. ഇന്ത്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് സരോജിനി നായിഡുവാണ്. 1925 സെക്ഷനിലായിരുന്നു, കാൺപൂർ സെക്ഷനിലായിരുന്നു പ്രിസൈഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് സെഷൻ ഓഫ് INC ഹെൽഡ് ഇൻ SSC MTS 2023 ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ INCയുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 1885 തന്നെയാണ്. WC ബാനർജി ആയിരുന്നു പ്രിസൈഡ് ചെയ്തിരുന്നത്. ബോംബെയിലാണ് നടന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെഷൻ, റിപ്പീറ്റ് ആണ്, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ജോർജ് യോളയാണ്. In which of the following years did resolution at Karachi session of the INC dwell on independent India constitution should look? SSC CGL 2022 ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഈ 1931 കാൺപൂർ സെക്ഷനിലെ പ്രിസൈഡ് ചെയ്തിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് വല്ലഭായ് പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലാണ്. കറാച്ചി സെഷൻ 1931 അത് നടക്കുന്നത്. In which of the following years did INC split at Surat post the section of breakup? SSC JEE 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 1905 എന്തുണ്ടാവും? ബംഗാൾ വിഭജനം ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും 1907 ഈ പറയുന്ന സൂററ്റ് സ്പ്ലിറ്റ് വരുന്നത്. അതായത് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും എന്ന കോൺസെപ്റ്റിലൊക്കെ വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇത് 1907 റാഷ് ബിഹാരി ഘോഷായിരുന്നു ഈ പറയുന്ന സൂററ്റ് സ്പ്ലിറ്റിന്റെ സമയത്ത് കോൺഗ്രസിന്റെ INCയുടെ പ്രിസൈഡ് ചെയ്തത്. സൂററ്റ് സ്പ്ലിറ്റ്. In which of the following year did INC കോൺഗ്രസ് സ്പ്ലിറ്റ് അറ്റ്? ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. 1907 തന്നെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് INC വെൻ ഇന്ത്യ വോൺ ഫ്രീഡം? 1947. SSC CGL 2021 ക്വസ്റ്റ്യൻ ആണ്. അബ്ദുൽ കലാം ആസാദ് കൊടുത്തിട്ടുണ്ട്, വല്ലഭായ് പട്ടേൽ കൊടുത്തിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ട്, JB കൃപലാനി കൊടുത്തിട്ടുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് JB കൃപലാനിയാണ്. The Haripura session of INC was presided over by dash. SSC JEE 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹരിപുര സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1938 ഇത് നടക്കുന്നത്. 1938 ഇത് കഴിയുമ്പോഴത്തേക്കും 38 39 ഒരാൾ തന്നെയാണ് വരുന്നത്, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ടൊരു ത്രിപുരി സെക്ഷൻ എന്ന് പറഞ്ഞത്. ത്രിപുരി സെക്ഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ത്രിപുരി സെക്ഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രശ്നമുണ്ട്. അതായത്
ഈ കോൺഗ്രസ്സിൽ ഇലക്ഷൻ നടക്കാൻ നേരത്ത് ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞിട്ട് ഒരാൾ ഇലക്ഷനിൽ നിൽക്കും. സുഭാഷ് ചന്ദ്രബോസിനെ ഓപ്പോസ് ചെയ്തിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പട്ടാഭി സീതാരാമയ്യാണ് നിൽക്കുന്നത്. എന്നിട്ടും സുഭാഷ് ചന്ദ്രബോസ് ജയിക്കും. സ്റ്റിൽ ഗാന്ധിജിക്ക് ഇത് സങ്കടമാവുന്നു എന്ന് കണ്ടിട്ട് ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് എന്ത് ചെയ്യും? ആ, രാജിവെക്കും. അങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചോദിച്ചത്, ഇതിലിപ്പോൾ ചോദിച്ചത് ഹരിപ്പുര സെഷൻ ആരാണ് വരുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ഹു വാസ് ഇലക്റ്റഡ് ദ കോൺഗ്രസ് പ്രസിഡന്റ് അറ്റ് ദ എൻഡ് ഓഫ് ത്രിപുരി ക്രൈസിസ്. ഇതാണ് നമ്മൾ ത്രിപുരി ക്രൈസിസ്. ഇത് കഴിഞ്ഞിട്ട് 1939 ഇലക്ട് ആകുന്ന ആളെന്ന് പറയുന്നത്, ഈ ക്രൈസിസ് കഴിഞ്ഞിട്ട് എലക്ട് ആകുന്നത് നമ്മുടെ രാജേന്ദ്ര പ്രസാദാണ്. അതായത് നമ്മുടെ INCയുടെ 1939 സെക്ഷനിൽ 39 വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ രാജേന്ദ്ര പ്രസാദാണ്. 39 മാർച്ച് ടൈം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് സെഷൻ ഡിഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർ പൂർണ്ണ സ്വരാജ് ഇറ്റ് സ്പെസിഫിക് ടാർഗറ്റ്? ലാഹോർ സെക്ഷൻ. 1929 ലാഹോർ സെക്ഷനാണ് ഈ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ ഒരു സെക്ഷനിൽ പ്രിസൈഡ് ചെയ്തിരുന്നത്. അതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാക്സ് ടു ബി ഡിസോൾവ് ഹിന്ദു മുസ്ലിം ഡിഫറൻസ്? ഓക്കെ, അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പാക്റ്റാണ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ഡിഫറൻസ് ഡിസോൾവ് ചെയ്തതെന്ന് ചോദിച്ചത്. ഓക്കെ, അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ INCയിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ്? 1906. അത് കഴിയുമ്പോഴത്തേക്കും ഒരു അകൽച്ച വരുന്നുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ ഫോർമേഷനൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നീട് ലക്നൌവിൽ വെച്ച് വന്ന ലക്നൗ പാക്റ്റിൽ ഈ പറയുന്ന ഇഷ്യൂ റിസോൾവ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. ലക്നൗ പാക്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1916 വരുന്നത്. ബാലഗംഗാധര ലോകമാന്യ തിലക്, മുഹമ്മദ് അലി ജിന്ന ഇവരൊക്കെയാണ് ഇതിൽ മേജറായിട്ട് റോൾ പ്ലേ ചെയ്തത്. ഇൻ വിച്ച് ഇയർ ഡിഡ് ലാഹോർ സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർ January 16 as ഇൻഡിപെൻഡൻസ് ഡേ? SSC GD 2019. ഓക്കെ, വരുന്നത് 1929 ലാഹോർ സെക്ഷൻ. Who was the president of Congress during the Belgaum Summit Congress in 1924? അത് ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം, ഇത് SSMTS 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മഹാത്മാഗാന്ധിജി ആയിരുന്നു ഈ പറയുന്ന നമ്മുടെ 1924 സെക്ഷനിൽ പ്രിസൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം. ഓക്കെ, അതാണ് നമ്മുടെ വീഡിയോയിൽ നോക്കാനുള്ള. ഇനി ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ദാദാഭായ് നവറോജിയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അദ്ദേഹം മൊത്തം 3 സെക്ഷനിലാണ് ഈ പറയുന്ന പ്രിസൈഡ് ചെയ്തത്. ദാദാഭായ് നവറോജി. അതിലൊരെണ്ണം ഈ പറയുന്ന നമ്മുടെ 1886, അതായത് രണ്ടാമത്തെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് 1893 ദാദാഭായ് നവറോജിയാണ്. അത് കഴിഞ്ഞിട്ട് 1905 ടൈമിലും ആര് തന്നെ വരും?
1906 ടൈമിലും ദാദാഭായ് നവറോജി വരും. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദെൻ നമ്മൾ തേർഡും സോറി മീൻസ് തേർഡ് സെക്ഷൻ, അതായത് തേർഡ് സെക്ഷനിലാണ് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ വരുന്നത്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ജോർജ് ജൂലയുടെ കേസ് നമ്മൾ പറഞ്ഞു, വില്യം വെഡർബേണിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നീട് ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1896 സെക്ഷൻ ഒന്ന് ഓർത്ത് വെക്കണം. റഹ്മത്തുള്ള സൈനി കൊൽക്കത്ത സെക്ഷനാണ് വരുന്നത്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1905, കാരണം 1905 മറ്റേ ബംഗാൾ വിഭജനമായിട്ടുള്ള ഇഷ്യൂ വരും. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ വരും. പിന്നെ 1906 നമ്മൾ പറഞ്ഞു മുസ്ലിം ലീഗ് ആ സമയത്ത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അത് കഴിയുമ്പോഴത്തേക്ക് റാഷ് ബിഹാരി ഘോഷ് വരും 1907. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്കതും ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആനി ബെസന്റിന്റെ നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് മോത്തിലാൽ നെഹ്റു 1919 വരും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ലാലാ ലജ്പത് റായ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1924 ഗാന്ധിജി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷമാണ് സരോജിനി നായിഡു വരുന്നത്. തൊട്ടടുത്ത വർഷമാണ് ആര് വരുന്നത്? സരോജിനി നായിഡു. 1929 നമ്മുടെ ലാഹോർ സെക്ഷനിൽ ജവഹർലാൽ നെഹ്റു വരും. അത് കഴിഞ്ഞിട്ട് 1931 വല്ലഭായ് പട്ടേൽ വരും. ഓക്കെ, ദെൻ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട് 1939 വരുന്നുണ്ട്, 1934 വരുന്നുണ്ട്. ദെൻ വല്ലഭായ് പട്ടേൽ 1931 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് വരുന്നുണ്ട് 1939. ഏറ്റവും അവസാനം JB കൃപലാനി. ഇതൊക്കെയാണ് ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത്. ഈ സാധനം INC നമുക്ക് പല കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനെല്ലാം പോകാൻ.